അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എല്ലാ ദിവസവും ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് പേരുടെ ആവശ്യമാണ്. കടം കൊണ്ട് കഷ്ടപ്പെടുന്നു, പൈസയ്ക്ക് ഒരു നിവൃത്തിയില്ല, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് പല രീതിയിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. വാട്സപ്പിലാണെങ്കിലും വീഡിയോയിലാണെങ്കിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 1-2 സഹോദരിമാർക്ക് ഞാനിത് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് അവരുടെ ആ കടം കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് മാറ്റാൻ കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസം കൊണ്ട്, കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അവരുടെ ആ കടത്തിനൊരു ഉത്തരം കണ്ടെത്താൻ അള്ളാഹു സഹായിച്ചു. അൽഹംദുലില്ലാഹ്. അതിന് പടച്ച തമ്പുരാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ നമുക്കൊരു കടം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു, നമ്മുടെ ആ ഒരു ആവശ്യം നടത്തിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ, ഒരു അമലാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നത്. നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളാണ് ഇതിലും ഉൾപ്പെടുന്നത്. ഏറ്റവും എളുപ്പമുള്ള നാമങ്ങളാണ്. അത് നമ്മൾ ഓതേണ്ടത് 7 ദിവസം, തുടർച്ചയായിട്ടുള്ള 7 ദിവസം. എത്ര എണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. 313 അതിന് മുകളിലോ 100 എത്ര വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. അപ്പൊ നമ്മളെ മനസ്സിലെ ആഗ്രഹത്തിന്റെ തീവ്രത പോലെ ഇരിക്കും. നമ്മൾ അത് ചൊല്ലി നമ്മൾ അള്ളാഹുവിന് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുക. പടച്ചവനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹം അത് അള്ളാഹു നിറവേറ്റി തരും. അപ്പൊ അമൽ ഇതാണ്: യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്. ഈ ഒരു അമൽ, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്, ഇത് നമ്മൾ തുടർച്ചയായി 7 ദിവസം 313 തവണ വീതമോ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള അത്രയും, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, മനസ്സിൽ നമ്മൾ അള്ളാഹുവിനോട് എന്നിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കടം അള്ളാഹു വീട്ടി തരും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു സഹോദരി കടം കൊണ്ട് മുങ്ങുകയാണ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ, ദുആയിൽ ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതൊന്ന് പറഞ്ഞു കൊടുത്തു. അത്ഭുതമായി എന്ന് പറയട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, ആ സഹോദരി എന്നെ വിളിച്ച് പറയുന്നു, ഇതാ എൻ്റെ കടങ്ങളൊക്കെ കുറച്ചൊന്ന് ശമനം കാണാൻ കഴിഞ്ഞു, എനിക്ക് കുറച്ച് കടങ്ങൾ എനിക്ക് വീട്ടാൻ കഴിഞ്ഞു. അതിനുശേഷം ഈ ദിക്ർ എൻ്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ സഹോദരി പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരുപാട് പേർക്കും ഉത്തരം കിട്ടിയ ഒരു അമലാണ് ഇത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പതിവാക്കാൻ ശ്രമിക്കുക. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബ്, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കുക. ഏറ്റവും കുറഞ്ഞതൊരു 313 തവണ വീതമെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾപ്പെടുത്തുക. നമ്മുടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാ കടബാധ്യതകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കടങ്ങളൊന്നുമില്ലാതെ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ.